ഹോർമുസ് കടലിടുക്കിലെ തന്ത്രപ്രധാനമായ ജലപാതയിൽ വീണ്ടും യുദ്ധകാഹളം മുഴങ്ങുന്ന രീതിയിലുള്ള പ്രകോപനപരമായ നീക്കങ്ങളുമായി ഇറാൻ രംഗത്തെത്തിയിരിക്കുകയാണ്. ആഗോള സമുദ്ര വ്യാപാരത്തിന്റെ ജീവനാഡിയായ ഈ മേഖലയിൽ 2 ചരക്ക് കപ്പലുകൾ ഇറാൻ റവല്യൂഷണറി ഗാർഡ്സ് നേവി പിടിച്ചെടുത്തത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ ആശങ്കകൾക്ക് കാരണമായിരിക്കുന്നു. ഇറാനിയൻ വാർത്താ ഏജൻസിയായ തസ്നീം പുറത്തുവിട്ട ദൃശ്യങ്ങൾ പ്രകാരം MAC കമ്പനിയുടെ മേൽനോട്ടത്തിലുള്ള എപ്പാമിനോണ്ടാസ് എന്ന കൂറ്റൻ കണ്ടെയ്നർ കപ്പൽ ഇറാന്റെ നാവികസേന വളയുകയും പൂർണ്ണ നിയന്ത്രണത്തിലാക്കുകയും ചെയ്തതായി വ്യക്തമാക്കുന്നുണ്ട്. സമുദ്രയാന നിയമങ്ങൾ ലംഘിച്ചു എന്ന് ആരോപിച്ചാണ് ഇറാൻ ഈ കപ്പലുകൾ കസ്റ്റഡിയിലെടുത്തത്. പിടിച്ചെടുക്കപ്പെട്ട കപ്പലുകൾ തങ്ങളുടെ ട്രാക്കിംഗ് സംവിധാനങ്ങളിൽ കൃത്രിമം കാണിച്ചുവെന്നും അനുമതിയില്ലാതെയാണ് ഈ മേഖലയിൽ സഞ്ചരിച്ചതെന്നും ടെഹ്റാൻ അവകാശപ്പെടുന്നുണ്ട്. ട്രാക്കിംഗ് സിസ്റ്റം ഓഫ് ചെയ്യുന്നത് വഴി മറ്റ് കപ്പലുകൾക്കും സമുദ്ര സുരക്ഷയ്ക്കും വലിയ ഭീഷണി ഉയർത്തിയെന്നാണ് ഇറാന്റെ പ്രധാന ആരോപണം. ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള സുരക്ഷിതമായ യാത്ര തടസ്സപ്പെടുത്താൻ ഇറാൻ നിരന്തരം ശ്രമിക്കുന്നുവെന്ന ആരോപണം ശക്തമാണ്. ഇത്തവണ കപ്പലുകൾ രഹസ്യമായി കടന്നു കളയാൻ ശ്രമിക്കുന്നതിനിടയിലാണ് തങ്ങൾ ഇടപെട്ടതെന്നാണ് ഇറാന്റെ വാദം. നാവികസേനയുടെ അതിവേഗ ബോട്ടുകൾ കപ്പലിനെ വളയുന്നതും സായുധരായ ഭടന്മാർ കപ്പലിലേക്ക് ഇറങ്ങുന്നതും വീഡിയോയിൽ ദൃശ്യമാണ്. ഇറാനിയൻ തീരത്തേക്ക് കപ്പലുകളെ ബലം പ്രയോഗിച്ചെത്തിച്ചതിലൂടെ തങ്ങളുടെ സമുദ്രപരിധിയിലെ കരുത്ത് തെളിയിക്കുകയാണ് അവർ ലക്ഷ്യമിടുന്നത്. അമേരിക്കൻ നാവികസേന ഈ മേഖലയിൽ സജീവമാണെങ്കിലും ഇറാന്റെ ഇത്തരത്തിലുള്ള പെട്ടെന്നുള്ള നീക്കങ്ങളെ തടയാൻ അവർക്ക് സാധിച്ചില്ല എന്നത് ചർച്ചാ വിഷയമാകുന്നു. അമേരിക്കയുടെ സാന്നിധ്യത്തെ പരസ്യമായി വെല്ലുവിളിച്ചുകൊണ്ടാണ് IRGC ഈ ഓപ്പറേഷൻ നടത്തിയത്. അമേരിക്കൻ നാവികസേനയുടെ കരുത്തിനെ നാണം കെടുത്തുന്ന രീതിയിലാണ് തങ്ങളുടെ ഈ നീക്കമെന്ന് ഇറാൻ അനുകൂല മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കപ്പലുകൾ പിടിച്ചെടുത്ത നടപടി കേവലം നിയമപരമല്ലെന്ന് രാഷ്ട്രീയ വിശകലന വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. തങ്ങൾക്കെതിരെ ഉപരോധങ്ങൾ ഏർപ്പെടുത്തുന്ന രാജ്യങ്ങൾക്കെതിരെയുള്ള ഒരു മറുപടിയായാണ് ഇറാൻ ഇതിനെ കാണുന്നത്. കടൽ മാർഗമുള്ള വ്യാപാരത്തിന് തങ്ങൾ തടസ്സം നിൽക്കുമെന്ന ഭീഷണി മുഴക്കുന്നതിലൂടെ ലോകരാജ്യങ്ങളെ ചർച്ചാമേശയിലേക്ക് കൊണ്ടുവരാമെന്ന് ഇറാൻ കരുതുന്നുണ്ടാകാം. ചൈനയുടെയും റഷ്യയുടെയും പിന്തുണ ഇറാന്റെ ഈ ആത്മവിശ്വാസത്തിന് പിന്നിലുണ്ടെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അടുത്തിടെ ചൈനയുമായി ഇറാൻ ഒപ്പിട്ട തന്ത്രപരമായ കരാറുകൾ അവർക്ക് വലിയൊരു സുരക്ഷാ കവചം നൽകുന്നുണ്ട്. അമേരിക്ക ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുന്ന ശക്തികൾ ഇറാന്റെ ഇത്തരം നീക്കങ്ങളെ പരോക്ഷമായി പിന്തുണയ്ക്കുന്നു. ഹോർമുസ് കടലിടുക്കിലെ സൈനിക വിന്യാസം ഇറാൻ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. അത്യാധുനിക മിസൈൽ സംവിധാനങ്ങളും ഡ്രോണുകളും ഈ തീരത്ത് സജ്ജമാക്കിയിട്ടുണ്ട്. ഒരു യുദ്ധ സാഹചര്യം ഉണ്ടായാൽ ലോകത്തിന്റെ സാമ്പത്തിക അടിത്തറ തകർക്കാൻ തങ്ങൾക്ക് സാധിക്കുമെന്ന് ഇറാൻ ഇതിലൂടെ ഓർമ്മിപ്പിക്കുന്നു. പിടിച്ചെടുത്ത കപ്പലിലെ ജീവനക്കാരുടെ സുരക്ഷയെക്കുറിച്ചും വലിയ ആശങ്ക നിലനിൽക്കുന്നുണ്ട്. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള നാവികർ ഈ കപ്പലുകളിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇവരെ വിട്ടുകിട്ടുന്നതിനായുള്ള നയതന്ത്ര ചർച്ചകൾ പല രാജ്യങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. എന്നാൽ നിയമപരമായ നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മാത്രമേ കപ്പൽ വിട്ടയക്കൂ എന്ന കർക്കശ നിലപാടിലാണ് ടെഹ്റാൻ. ഈ സംഭവം ആഗോള ഷിപ്പിംഗ് കമ്പനികളെ ഭീതിയിലാഴ്ത്തിയിട്ടുണ്ട്. പല കമ്പനികളും ഹോർമുസ് കടലിടുക്ക് ഒഴിവാക്കി ദീർഘദൂര പാതകൾ തെരഞ്ഞെടുക്കാൻ ആലോചിക്കുന്നു. ഇത് ചരക്ക് കൂലി വർദ്ധിക്കാനും അവശ്യ സാധനങ്ങളുടെ വില കൂടാനും ഇടയാക്കും. ഇറാന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിലും ഈ നീക്കം വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട്. പുറത്തുനിന്നുള്ള ഭീഷണികളെ നേരിടാൻ ഭരണകൂടം പ്രാപ്തമാണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഇത്തരം സൈനിക വിജയങ്ങൾ അവർക്ക് ആവശ്യമാണ്. അമേരിക്കയുമായുള്ള തർക്കങ്ങൾ മുറുകുന്ന സാഹചര്യത്തിൽ ജനങ്ങളെ ദേശീയതയുടെ പേരിൽ ഒന്നിപ്പിക്കാൻ ഭരണകൂടത്തിന് ഇതിലൂടെ സാധിക്കുന്നുണ്ട്. ഇറാന്റെ ഈ മാരിടൈം ഓപ്പറേഷൻ ലോകത്തിന് മുന്നിൽ ഒരു ചോദ്യചിഹ്നമായി നിൽക്കുന്നു. നിയമലംഘനമാണോ അതോ രാഷ്ട്രീയ വൈരാഗ്യമാണോ ഇതിന് പിന്നിലെന്ന് ഇപ്പോഴും തർക്ക വിഷയമാണ്. എങ്കിലും ഹോർമുസ് കടലിടുക്ക് വീണ്ടും ഒരു യുദ്ധഭൂമിയായി മാറാൻ സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പാണ് ഈ സംഭവം നൽകുന്നത്. വൻ ശക്തികൾ ഇതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും മേഖലയിലെ സമാധാനം.